ഹായ് നമസ്കാരം, ഞാൻ ആഷിഖ് ആസ്ക്മു ഹോംടിപ്സ്. നാം വീടുകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെയർ കേസ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പഴയ കാലത്ത് നമുക്കറിയാം സ്റ്റെയർ കേസുകൾ ഏതെങ്കിലും ഒരു കോറിഡോറിൽ കൊടുത്തുകൊണ്ട്, അതായത് സ്റ്റെയർ കേസ് നേരിട്ട് കാണാത്ത രീതിയിലായിരുന്നു അന്നത്തെ വീടുകളിൽ, അതൊരു 10-20 വർഷം മുമ്പുള്ള വീടുകളിലൊക്കെ സ്റ്റെയർ കേസ് പണിതുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെയർ കേസ് ഒരു കോറിഡോറിൽ കൊടുത്തത് കൊണ്ട് തന്നെ മുകളിൽ ആളുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവാതെ വന്നപ്പോൾ, മുകളിൽ ആൾക്കാർ കയറുന്നത് കുറഞ്ഞപ്പോഴാണ് ഇന്ന് സ്റ്റെയർ കേസ് ഓപ്പൺ രീതിയിലേക്ക് കൊണ്ടുവന്നത്. അതായത് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേസ് ഒരു ബ്യൂട്ടി സ്പോട്ടായിട്ടാണ് ഇന്നത്തെ സ്റ്റെയർ കേസുകൾ നമുക്ക് ഇന്നത്തെ വീടുകളിൽ കണ്ടുവരുന്നത്. കാരണം സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് വളരെ ചിലവ് കൂടിയ ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. അതിന് ഹാൻഡ് റെയിലും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിന് ഉപയോഗിക്കുന്ന മാർബിളുകൾ, ടൈലുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ സ്റ്റെയർ കേസ് വളരെ ചിലവ് കൂടിയ ഒരു വസ്തുവും ബ്യൂട്ടി സ്പോട്ടും കൂടെയാണ് എന്ന് പറയാതെ വയ്യ. അപ്പോൾ നാം സ്റ്റെയർ കേസുകൾ കൊടുക്കുമ്പോൾ അതോടനുബന്ധിച്ച് തന്നെ സീൻ ബിലോ ഏരിയ, അതായത് ഓപ്പൺ സ്പേസും കൂടെ, നമുക്ക് താഴെ നിന്ന് കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുകളിലുള്ള ആൾക്കാരുമായിട്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ സ്പേസും കൂടെ കൊടുത്തുകൊണ്ടായിരിക്കണം സ്റ്റെയർ കേസ് കൊടുക്കുവാൻ വേണ്ടി. അതുപോലെ തന്നെ വളരെ ചെറിയ വീടാണെങ്കിൽ, അതായത് ഒരു 1500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവിടെ വലിയ സ്റ്റെയർ കേസുകൾ കൊടുത്തുകൊണ്ട്, അതായത് വൈപ്പറൊക്കെ ആയിട്ട് രണ്ട് ഭാഗത്തു നിന്നും കയറി വരാനുള്ള രീതിയിലുള്ള സ്റ്റെയർ കേസുകളൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തതായിട്ട് കാണുന്നുണ്ട്. സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സൗകര്യങ്ങൾ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുവാൻ പാടുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്രദമായിരിക്കണം എന്നുള്ള കാര്യം സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഭംഗി കിട്ടുന്നതിന് വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് സ്റ്റെയർ കേസ് ഫിറ്റ് ചെയ്ത് വീടിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെടുന്ന രീതിയിലാവാൻ പാടില്ല സ്റ്റെയർ കേസ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.